Good morning, dear students. Abdul Salam, SCDD ITI Thoneri. Second year in the communication skills in the discussed in the chapter 19, workplace manners, and chapter 20, formal communication. Workplace manners എന്ന് വെച്ചാൽ തൊഴിലിടങ്ങളിലുള്ള പെരുമാറ്റ രീതികളാണ്. മാനേഴ്സ് മേക്സ് ദ മാൻ എന്ന് പറയാറുണ്ട്. ഇപ്പോൾ മാനേഴ്സ് മേക്സ് വുമൺ എന്ന് കൂടി പറയേണ്ടി വരും. നമ്മുടെ നല്ല പെരുമാറ്റച്ചട്ടങ്ങളാണ് നമ്മുടെ വ്യക്തിത്വത്തിന് രൂപം നൽകുന്നത്. പൊതു ഇടങ്ങളിൽ നല്ല രീതിയിൽ നമ്മൾ പെരുമാറേണ്ടതായിട്ടുണ്ട്. Bad and uncivilized behavior would make one feel uncomfortable and uneasy, as you would want to make your family feel comfortable and relaxed. You would feel it is better to leave. ഇത് ഒരു പൊതുസ്ഥലത്ത് നമ്മൾ ചെല്ലുകയാണ്, നമ്മൾ പാരൻസുമായിട്ട് ചെല്ലുന്ന ഒരു സിറ്റുവേഷനാണ്. ഒരു സിനിമാശാലയിൽ നമ്മൾ ഫാദർ ആൻഡ് മദർ അല്ലെങ്കിൽ ബ്രദർ ആൻഡ് സിസ്റ്ററൊക്കെ ആയിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ആഹാരം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെറുപ്പക്കാരായിട്ടുള്ള 3-4 പേര് ഒരു ഇൻസൾട്ടിങ് രീതിയിൽ സംസാരിക്കുന്നത് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മളൊന്നുമില്ല അവരുമായിട്ട് വഴക്ക് കൂടും, അല്ലെങ്കിൽ നമ്മൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് സ്ഥലം വിടും. എന്തായാലും ഈ സ്ഥലത്തേക്ക് നമ്മൾ രണ്ടാമതൊരിക്കൽ പോകാൻ അല്ലെങ്കിൽ വേറൊരാൾക്ക് ഈ സ്ഥലം റെക്കമെൻഡ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഈ പൊതുസ്ഥലങ്ങളിൽ മര്യാദപൂർവ്വമുള്ള പെരുമാറ്റമാണ് എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഈ വർക്ക് പ്ലേസ് എറ്റിക്കറ്റ് എന്ന് പറഞ്ഞത്, എറ്റിക്കറ്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, പെരുമാറ്റ മര്യാദയ്ക്കാണ്, മാനേഴ്സ് തന്നെയാണത്. ദ റൂൾസ് ഓഫ് ബിഹേവിയർ ഇൻ എ പബ്ലിക് പ്ലേസ്. ഇതെന്ന് വെച്ചാൽ നിർണിതമായ പെരുമാറ്റ ചട്ടങ്ങളുണ്ടാവും ഒരു തൊഴിൽ സ്ഥലങ്ങളിലാണെങ്കിൽ. അതായത് യൂണിഫോം ധരിച്ചിരിക്കണം, ഇന്ന രീതിയിൽ കസ്റ്റമേഴ്സിനോട് ഇന്ന രീതിയിൽ ഇടപഴകണം, സുപ്പീരിയേഴ്സിനോട് ഇന്ന രീതിയിൽ ഇടപഴകണം, മേലുദ്യോഗസ്ഥനോട് സബോർഡിനേറ്റ് സ്റ്റാഫിനോട് ഇന്ന രീതിയിൽ ഇടപഴകണം എന്നൊക്കെ പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ ഉണ്ടാവും. ട്രീറ്റ് ഓൾ കോവർക്കേഴ്സ് വിത്ത് റെസ്പെക്ട് ആൻഡ് കർട്ടസി. അപ്പോൾ സഹജീവനക്കാരോട് ബഹുമാനപൂർവ്വവും മര്യാദാപൂർവ്വവും പെരുമാറണം. വിയർ പ്രോപ്പർ ഓഫീസ് അറ്റയർ. അപ്പോൾ യൂണിഫോം ഉണ്ടെങ്കിൽ യൂണിഫോം, അതല്ലെങ്കിൽ ഓഫീസിന് പറ്റുന്ന രീതിയിലുള്ള, ഓഫീസിൻ്റെ ഡിഗ്നിക്ക് പറ്റുന്ന രീതിയിലുള്ള വസ്ത്രധാരണ രീതി ആവശ്യമുണ്ട്. അവോയ്ഡ് ഗോസിപ്പിംഗ് അബൌട്ട് യുവർ കോവർക്കേഴ്സ്. ഗോസിപ്പിംഗ് എന്ന് വെച്ചാൽ പരദൂഷണം പറയുക, അപവാദം പറയുക, റൂമർ പരത്തുക എന്നൊക്കെ പറയും. അത് സഹപ്രവർത്തകരെ പറ്റിയോ മറ്റുള്ള ആരെ പറ്റിയുള്ള അപവാദ പ്രചരണങ്ങൾ ഒഴിവാക്കുക. അവോയ്ഡ് യെല്ലിംഗ് ഓർ ടോക്കിംഗ് ലൗഡ്ലി. അലസമായ രീതിയിലുള്ള സംസാരങ്ങളും ഉച്ചത്തിലുള്ള സംസാരവും ഒഴിവാക്കുക. ഇതൊക്കെയാണ് വർക്ക് പ്ലേസ് എറ്റിക്കറ്റിൽ വരുന്നത്, തൊഴിലിടങ്ങളിൽ പെരുമാറ്റച്ചട്ടങ്ങൾ. ഇപ്പോൾ ഒരു ലിസ്റ്റ് ഓൺ പ്രൊഫഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ ദ വർക്ക് പ്ലേസ് ഓർ എനി അതർ പ്രൊഫഷണൽ സ്പേസ്. ദ ഫസ്റ്റ് വൺ ഈസ് ഡൺ ഫോർ യു. ഒരു പൊതുസ്ഥലങ്ങളിലുള്ള ഒരു പ്രൊഫഷണലായിട്ടുള്ള മര്യാദ രീതികൾ എന്തൊക്കെയാണ്? ഒന്ന്, കോൺഫിഡൻസ്. വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്? ഇറ്റ് ഹെൽപ്സ് പെർഫോം ദ അസൈൻഡ് ടാസ്ക് വെൽ. ഇപ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഭംഗിയായിട്ട് നിർവഹിക്കാൻ നമുക്ക് കഴിയും. അതേപോലെ തന്നെ ആവശ്യമുള്ളതാണ് റെസ്പെക്റ്റ്. താഴെയുള്ളവരോടും മേലെയുള്ളവരോടൊക്കെ ഒരേപോലെ റെസ്പെക്റ്റോടുകൂടി പെരുമാറാൻ കഴിയണം. പിന്നെ ഒന്ന് സിൻസിയറിറ്റി. നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമുക്ക് ആത്മാർത്ഥത ഉണ്ടാവണം. പിന്നെ കമ്മിറ്റ്മെൻറ്റ്. ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല സ്വഭാവ വൈശിഷ്ട്യങ്ങൾ നമ്മൾ പൊതുസ്ഥലങ്ങളിലും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിലനിർത്തേണ്ടതായിട്ടുണ്ട്. ഇനി ഒരു കേസ് സ്റ്റഡിയാണ്. സപ്പോസ് യു ആർ സ്റ്റാൻഡിങ് അറ്റ് ദ കോഫി വെൻഡിങ് മെഷീൻ. ഇപ്പോൾ കോഫി വെൻഡ് ചെയ്യുന്ന മെഷീൻ ഉണ്ടല്ലേ, നമ്മൾ ടോക്കൺ ഇട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോഫി നമുക്ക് കിട്ടും, ബ്ലെൻഡ് ചെയ്ത് കിട്ടും. വിത്ത് 3 or 4 ഫ്രണ്ട്സ് ആൻഡ് ദർ ഈസ് എ കൊളീഗ് നിയർ ബൈ. നിങ്ങൾ 3-4 പേരുടെ സുഹൃത്തുക്കളായിട്ട് നിങ്ങളൊരു കോഫി വെൻഡിങ് മെഷീനിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ ഒരു കൊളീഗ്, ഒരു സഹപ്രവർത്തകൻ. കൊളീഗ് എന്ന് വെച്ചാൽ ഇത് കോളേജ് അല്ല, COLLEAGUE. കൊളീഗ് എന്ന് വെച്ചാൽ സഹപ്രവർത്തകൻ എന്നാണ് അർത്ഥം കേട്ടോ. ഒരുമിച്ച് കോളേജിൽ പഠിച്ച ആൾക്കും കൊളീഗ് എന്ന് പറയും. യുവർ ഫ്രണ്ട്സ് സ്റ്റാർട്ട് കമൻറ്റിങ് ഓൺ ദ ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ്
ദാറ്റ് കൊളീഗ്. അപ്പോൾ ഈ കൊളീഗിന് എന്തെങ്കിലും ശാരീരികമായ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാകാം. എല്ലാവരും ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രത്യേകതയുള്ള ആൾക്കാരാണല്ലേ. ചിലരൊന്നുകിൽ നീളം വളരെ കൂടുതലുള്ളവരായിരിക്കും, ചിലർ നീളം കുറഞ്ഞവരായിരിക്കും, ചിലർ തടി ഒരുപാട് കൂടുതലുള്ളവരായിരിക്കും, ചിലർ തടി കുറഞ്ഞവരായിരിക്കും, ചിലർ മുടി കൂടുതലുള്ളവരായിരിക്കും. ഇങ്ങനെ പലതരം പ്രത്യേകതകൾ ഓരോ വ്യക്തികൾക്കും ശരീരത്തിനുണ്ട്. ഇതിലേതെങ്കിലും പ്രത്യേകം എടുത്ത് പറഞ്ഞ് മറ്റുള്ളവരെ കളിയാക്കുക എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷനാണ് ഇവിടെ പറഞ്ഞത്. ഹി ഷീ യൂസസ് വേർഡ്സ് അഡ്ജക്റ്റീവ്സ് ലൈക്ക്, ഇപ്പോൾ ഹിന്ദിയാണ്, സുന്ദർ, ഘാസ്, ബേക്കാർ, കാല കറുത്തത്, മോട്ടി, ഗോറി, മസ്ത്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് പറയുകയാണ്. യു നോ ദ കൊളീഗ് ഈസ് വിതിൻ ഹിയറിംഗ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് കൊളീഗിന് ഇത് കേൾക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. വാട്ട് വുഡ് യു ഡു? നിങ്ങൾ എന്താണ് ചെയ്യുക? ഹാവ് യു എവർ ബീൻ പാർട്ട് ഓഫ് സച്ച് കോൺവെർസേഷൻ? നിങ്ങൾ അങ്ങനെയുള്ള സംഭാഷണത്തിൽ പങ്കാളികളായിട്ടുണ്ടോ? ഹൗ വുഡ് യു ഡീൽ വിത്ത് ദിസ് അറ്റ് യുവർ വർക്ക് പ്ലേസ്? ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങളുടെ തൊഴിലിടത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കുക? അപ്പോൾ നമ്മുടെ പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് ഇതുപോലെ അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടാവുമല്ലേ. ഏതെങ്കിലും ശരീരപരമായ പ്രത്യേകത വെച്ച് നമ്മൾ കുട്ടികളെ കളിയാക്കാറുണ്ട്. അപ്പോൾ അത്തരം രീതികൾ അഭികാമ്യമായ രീതിയല്ല. നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വരുമ്പോൾ അത് നിരുത്സാഹപ്പെടുത്തേണ്ടതും നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുമാണ്. ഇതുപോലത്തെ ഒന്ന് രണ്ട്, you have recently joined a big automobile manufacturing company. As per the company policy, you are not eligible for more than 1 day leave per month until you complete the first 6 months. അപ്പോൾ നമ്മളൊരു ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് കമ്പനിയിൽ ജോലി കയറുന്നതാണ്, എക്സ്യൂം ചെയ്യുകയാണ്. കമ്പനിയുടെ ഒരു പോളിസി പ്രകാരം നമ്മൾ ഒരു മാസത്തിൽ ഒരു ദിവസമേ ലീവ് എടുക്കാൻ പാടുള്ളൂ. അവധി ദിവസത്തിന് പുറമെ ഒരു ദിവസം ലീവ് എടുക്കാവുള്ളൂ പെർമനൻ്റ് ആകുന്നത് വരെ. ഹവർ ഇൻ ദ സെക്കൻഡ് മന്ത് ഓഫ് യുവർ വർക്ക്, അപ്പോൾ നിങ്ങൾ ജോലിക്ക് കയറി 2ാമത്തെ മാസം തന്നെ യു ആർ സപ്പോസ്ഡ് ടു അറ്റൻഡ് യുവർ കസിൻസ് വെഡിങ്. നിങ്ങളുടെ കസിൻ എന്ന് വെച്ചാൽ എന്താണ് കസിൻ എന്ന് പറയുന്നത്? നമ്മൾ കസിൻ ആണ് പറയാറുണ്ടല്ലേ. ഫസ്റ്റ് കസിൻ, സെക്കൻഡ് കസിൻ, ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. മാതാവിൻ്റെയോ പിതാവിൻ്റെയോ സഹോദരൻ്റെയോ സഹോദരിയുടെയോ മകനെയാണ് അല്ലെങ്കിൽ മകളെയാണ് നമ്മൾ കസിൻ എന്ന് വിളിക്കുന്നത് അല്ലേ. കസിൻസ് വെഡിങ്. ആൻഡ് യു നീഡ് ടു ടേക്ക് ലീവ് ഫോർ 4 days. അപ്പോൾ ഒരു ദിവസമാണ് നമുക്ക് ലീവ് അനുവദിച്ചിട്ടുള്ളത്, പക്ഷേ നമുക്ക് 4 ദിവസത്തിൻ്റെ ലീവ് ആവശ്യമുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഹൗ വുഡ് യു ആസ്ക് ഫോർ ദിസ് ലീവ് ഫ്രം യുവർ സൂപ്പർവൈസർ? നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഈ ലീവ് കിട്ടണം അല്ലേ, എങ്ങനെയാണ് നമ്മൾ സൂപ്പർവൈസറോട് നമ്മൾ ഈ ലീവിന് ആവശ്യപ്പെടുക? വാട്ട് ആർ ദ പോയിൻറ്റ്സ് ടു ബി ടേക്കൺ കെയർ ഓഫ് വൈ അപ്രോച്ചിങ് യുവർ സീനിയർ ഇൻ എ വർക്ക് പ്ലേസ്? അപ്പോൾ നമ്മൾ എന്തൊക്കെ പോയിൻറ്റ്സുകളാണ് നമ്മൾ നമ്മുടെ സുപ്പീരിയറിനോട് പറയുക? ഇതൊന്ന്. ഇനി ഇന്നത്തെ ചോദ്യമാണ് വാട്ട് ഐ ലേൺഡ്. വാട്ട് ഡിഡ് യു ലേൺ about the workplace? വർക്ക് പ്ലേസിനെ പറ്റി നമ്മൾ എന്ത് മനസ്സിലാക്കി? ഇൻ റിയൽ ലൈഫ് സിനേറിയോ ദിസ് സിറ്റുവേഷൻ യു ഫേസ് കുഡ് ബി ഡിഫറെൻറ്റ്. വാസ് ദിസ് സെഷൻ ഹെൽപ്ഫുൾ? അത് നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്ത സിറ്റുവേഷൻ വ്യത്യസ്തമായിരിക്കാം. ഹൗ വുഡ് യു അപ്ലൈ വാട്ട് യു ലേൺ ടുഡേ ഇൻ അവർ വർക്ക് പ്ലേസ്? നമ്മൾ പൊതുസ്ഥലത്ത് നമ്മുടെ സ്ഥാപനങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് നമ്മളിത് പഠിച്ച കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക? അപ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ, അതിൽ വർക്ക് പ്ലേസ് മാനേഴ്സ് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പാർട്ടാണതല്ലേ. മാനേഴ്സ്, എറ്റിക്കറ്റ് എന്ന് പറയും. ഇനി അടുത്തത് പേജ് നമ്പർ 154, ചാപ്റ്റർ 20, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഔപചാരികമായ ആശയവിനിമയം. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ആവശ്യം വരുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലേ. നമ്മൾ തൊഴിലിടങ്ങളിലാണത്. നമ്മുടെ പഠിക്കുന്ന സ്ഥാപനത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ അധ്യാപകന്മാരായിട്ട് ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആൾക്കാരായിട്ട് സന്ദർശകരായിട്ട് ഇടപഴകുമ്പോഴൊക്കെ നമുക്ക് ഫോർമലായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് വേണ്ടത്. അതേസമയം നമ്മുടെ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആകാം ക്ലാസ് അല്ലാത്ത സമയങ്ങളിൽ അല്ലേ. പിന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കസ്റ്റമേഴ്സിനോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, സുപ്പീരിയേഴ്സിനോട് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിനോട് എല്ലാം ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ആശയവിനിമയം നടത്തുമ്പോൾ, എഴുത്തുകുത്തുകൾ, ഇമെയിൽ അയക്കുമ്പോൾ അല്ലെങ്കിൽ ലെറ്റേഴ്സ് അയക്കുമ്പോൾ എല്ലാം നമുക്ക് ഫോർമൽ കമ്മ്യൂണിക്കേഷനാണ് ആവശ്യം വരുന്നത്. അതിൻ്റെ ഒരു സീനാണ്. ഇതൊക്കെ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അല്ലേ. വെൻ വി സ്പീക്ക് ടു പീപ്പിൾ ഇൻ അവർ വർക്ക് പ്ലേസ് ഓർ പീപ്പിൾ ഇൻ അതോറിറ്റി, വി നീഡ് ടു സ്പീക്ക് കെയർഫുള്ളി ആൻഡ് ഷോ റെസ്പെക്ട് ഇൻ അവർ ചോയ്സ് ഓഫ് വേർഡ്സ്. ഇപ്പോൾ നമ്മൾ തൊഴിലിടങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ അതോറിറ്റി എന്ന് വെച്ചാൽ അധികാരികളായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആവശ്യമുണ്ട്. ചിലപ്പോൾ വാക്കുകൾ അതിനനുസരിച്ച് സെലക്ട് ചെയ്യണം അല്ലേ. ദിസ് ഈസ് കോൾഡ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. വെൻ വി റൈറ്റ് ആസ് പാർട്ട് ഓഫ് യുവർ ജോബ് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ ദ വർക്ക് പ്ലേസ്, നമ്മൾ എഴുതുമ്പോഴും അതേപോലെ തന്നെ വി യൂസ് ഇമെയിൽ. ഇമെയിൽ ഈസ് ദ ഇലക്ട്രോണിക് ഫോം ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ക്യാൻ ബി സെൻഡ് ത്രൂ ദ ഇൻ്റർനെറ്റ് ടു മെനി പീപ്പിൾ അക്രോസ് ദ വേൾഡ് വിതിൻ എ ഫ്യൂ സെക്കൻഡ്സ്. ഈ മെയിൽ എന്ന് വെച്ചാൽ
ഇലക്ട്രോണിക് മെയിൽ എന്നാണ് അർത്ഥം അല്ലേ. നിമിഷങ്ങൾക്കുള്ളിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന മീഡിയമാണ് ഇമെയിൽ എന്ന് നമുക്കറിയാം. ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് വേ ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇൻ ദ വർക്ക് പ്ലേസ്. അപ്പോൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും എഫക്റ്റീവ്, ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ഔദ്യോഗിക ആശയവിനിമയ രീതിയാണ് ഇമെയിൽ. അപ്പോൾ ഇമെയിൽ അയക്കുമ്പോൾ നമ്മൾ കുറേ മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് അല്ലേ. ഇമെയിൽ നമ്മൾ ഒരു ഇമെയിലിൻ്റെ ഒരു ഫോർമാറ്റ് കാണിച്ചിരിക്കുന്നുണ്ടോ, ഫ്രം സെൻഡേഴ്സ് ഇമെയിൽ ID, അത് ഓൾറെഡി അവിടെ ഉണ്ടാവും അല്ലേ. അയക്കുന്ന ആരാണെന്നുള്ള അവിടെ ഉണ്ടാവും. അപ്പോൾ ഫ്രം എഴുതേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ നെയിം വേണേൽ വെക്കാം. ഏത് മെയിൽ ID യിൽ നിന്നാണ് ഇത് പോകുന്നതെന്നുള്ള അപ്പുറമുള്ള ആൾക്ക് കാണാൻ കഴിയും. ടു റെസിപ്പിയൻസ് ഇമെയിൽ ID, അത് നമ്മൾ ഇമെയിൽ ID വെക്കണം. അത് ഒരാളാണെങ്കിൽ ഒരു ID, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ പോയിൻ്റ് ചെയ്ത് വെക്കണം. അതർ ഇൻഡിവിജ്വൽ CC, കാർബൺ കോപ്പിക്കാണ് CC എന്ന് പറയുന്നത് കേട്ടോ. കാർബൺ കോപ്പി അത് നമ്മൾ സാധാരണ അപേക്ഷ അയക്കുമ്പോൾ, നമ്മൾ പ്രിൻസിപ്പളിൻ്റെ അപേക്ഷ അയക്കുമ്പോൾ നമ്മൾ CC ടു, അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറിന് അപേക്ഷ അയക്കുമ്പോൾ CC ടു പ്രിൻസിപ്പൽ എന്ന് വെക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അപേക്ഷ അയക്കുമ്പോൾ നമ്മൾ CC ടു പഞ്ചായത്ത് അതോറിറ്റി എന്നൊക്കെ വെക്കാറുണ്ട്. ഇതാണ് കാർബൺ കോപ്പി. അത് മറ്റേ ആൾക്കും കാണാൻ കഴിയും, എനിക്കും കാണാം, വേറെ ആർക്കാണ് ഇമെയിൽ വരുന്നത് അയാൾക്ക് കാണാം ഈ കോപ്പി ആർക്കെല്ലാം പോയിട്ടുണ്ടെന്ന്. പിന്നീട് ഇത് BCC ആണ്. BCC എന്ന് വെച്ചാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണ് കേട്ടോ. ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതർ ഇൻഡിവിജ്വൽസ് റിസീവിങ് ദ സെയിം മെയിൽ വിത്ത് ഇൻവിസിബിൾ IDs ആണ്. അതായത് മറ്റൊരാൾക്കും കാണാൻ കഴിയില്ല. ഈ BCC ഇടുമ്പോൾ ആ കിട്ടുന്ന ആൾക്ക് മാത്രമേ ഇത് കാണാൻ കഴിയൂ. ആർക്കൊക്കെ അയച്ചിട്ടുള്ളത് മറ്റുള്ള ആൾക്ക് അറിയാൻ കഴിയുകയില്ല. നമുക്ക് അയക്കുന്ന ആൾക്ക് മാത്രമേ അറിയാൻ കഴിയൂ. അതാണ് BCC കേട്ടോ. പിന്നെ സബ്ജക്റ്റ്, ഇവിടെയാണ് എനി ടൈറ്റിൽ ഓർ ദ റീസൺ ഫോർ റൈറ്റിംഗ് ദ മെയിൽ. എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് ഇതിൻ്റെ മാറ്റർ, വിഷയം എന്താണ്, ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ജോബ് ആപ്ലിക്കേഷൻ, അതല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാകാം. സല്യൂട്ടേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീറ്റിംഗ് ആണല്ലേ. വേർഡ്സ് ലൈക്ക് ഡിയർ, റെസ്പെക്റ്റഡ്, എക്സെട്ര, ഹായ്, സല്യൂട്ടേഷൻ അഡ്രസ് ചെയ്യുന്നതാണ്, ഇത് ഗ്രീറ്റിംഗ് എന്ന് പറയും. പിന്നെ ലെറ്ററിൻ്റെ മെയിൻ ബോഡി, ദ മെയിൻ കണ്ടൻറ്റ് ഓഫ് ദ ഇമെയിൽ, ഇൻട്രൊഡക്ഷൻ, മാറ്റർ ഇൻ ഡീറ്റെയിൽ ആൻഡ് കൺക്ലൂഷൻ. ഇത് മൂന്ന് രീതിയിലാണ് പാരഗ്രാഫായിട്ട് എഴുതണം. പിന്നെ ക്ലോസിംഗ്, എൻഡിങ് സ്റ്റേറ്റ്മെൻറ്റ്, അവസാനം എന്താണ് പറയാമെന്നുള്ളത്. പിന്നെ അറ്റാച്ച്മെൻറ്റ്, ഇനി അറ്റാച്ച്ഡ് ഫയൽ വിത്ത് ഇമെയിൽസ്, ഒരു പിന്നിൻ്റെ ഒരു ചിത്രം കാണാറുണ്ട് അല്ലേ, അതാണ് അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്തെങ്കിലും പിന്നെ ബയോഡാറ്റയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ അപ്പോൾ ലിസ്റ്റുകളോ അതൊക്കെ അറ്റാച്ച് ചെയ്യാനുണ്ടെങ്കിൽ സെപ്പറേറ്റ് എടുത്ത് അറ്റാച്ച് ചെയ്യാം. സിഗ്നേച്ചർ ലൈൻ, സെൻഡേഴ്സ് നെയിം, സിഗ്നേച്ചർ ആൻഡ് അതർ ഡീറ്റെയിൽസ് ഓഫ് കോൺടാക്റ്റ്. സാധാരണ ഇതിൽ ഇലക്ട്രോണിക്സ് ജനറേറ്റഡ് ഇതിലാണെങ്കിൽ നമ്മൾ ഇമെയിൽ ലെറ്റേഴ്സ് സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ, ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയും. ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ ആ സിഗ്നേച്ചർ ഇടാം, അല്ലെങ്കിൽ സിഗ്നേച്ചറിൻ്റെ സ്ഥാനത്ത് നമ്മൾ വെറുതെ സൈൻഡ് അല്ലെങ്കിൽ പേര് വെച്ചാൽ മതിയാവും. അതാണ് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ. പിന്നെ വാട്ട് ഈസ് CC ഈസ് ഷോർട്ട് ഫോം ഓഫ് കാർബൺ കോപ്പി കേട്ടോ. ഇത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് CC ഇൻ ഇമെയിൽ. വി യൂസ് ദിസ് ടു കീപ് അതർ പീപ്പിൾ ഹൂ ഷുഡ് നോ അബൌട്ട് ദ മെയിൽ ഇൻ ദ ലൂപ്പ്. അപ്പം മറ്റുള്ള ആൾക്കാർക്ക് ആർക്കൊക്കെ വേണോ അവർക്കൊക്കെ, അതിനാണ് CC എന്ന് പറയുന്നത്. പിന്നെ വാട്ട് ഈസ് BCC, ബ്ലൈൻഡ് കാർബൺ കോപ്പി ഓർ BCC ഈസ് യൂസ്ഡ് വെൻ വി വാണ്ട് ടു കീപ് സം പേഴ്സൺ ഇൻ ലൂപ്പ് ബട്ട് വി വാണ്ട് ടു കീപ് ഹിസ് ഐഡൻറ്റിറ്റി ഇൻവിസിബിൾ. അതാണ് നമ്മൾ ആർക്കാണോ അയക്കുന്നത് അയക്കപ്പെടുന്ന ആൾ മാത്രമേ അത് അറിയേണ്ടതുള്ളൂ, മറ്റുള്ളവർ അറിയേണ്ടതില്ല. അപ്പോഴാണ് നമ്മൾ BCC ഉപയോഗിക്കുന്നത്. ഐഡിയലി ദ റെസിപ്പിയൻറ്റ് ഓഫ് BCC ഷുഡ് നോട്ട് റെസ്പോണ്ട് ഓൺ ദ സെയിം മെയിൽ, ഹി ഷുഡ് ബി ഡു സോ ഇൻ എ ഫ്രഷ് മെയിൽ. അപ്പോൾ BCC കോപ്പി അയക്കുന്ന ആൾ അതിലേക്ക് മെയിൽ തിരിച്ച് അയക്കില്ല, അത് സെപ്പറേറ്റ് മെയിലായിട്ടാണ് അവർ അയക്കുന്നത്. കാരണം അത് നമ്മൾ അയക്കുന്ന ആൾ മാത്രമേ കാണേണ്ടതുള്ളൂ. ദീസ് ആർ സം ടിപ്സ് ഫോർ റൈറ്റിംഗ് എ ഗുഡ് ഇമെയിൽ. ഒരു ഫോർമലായിട്ട് ഇമെയിൽ അയക്കുന്നതിൽ ടിപ്സാണ്. ഡോണ്ട് റൈറ്റ് ടു മച്ച്, കണ്ടമാനം എഴുതി കൂട്ടരുത്. കാരണം ഇത് പേഴ്സണൽ അല്ല, ഇത് ഫോർമലാണ്. അപ്പം ഇത് മിനിമമായ രീതിയിൽ എഴുതേണ്ടത്, നമ്മൾ പേഴ്സണൽ എഴുതുന്ന പോലെ എഴുതേണ്ടതില്ല. റൈറ്റ് സബ്ജക്റ്റ് ഷോർട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് സബ്ജക്റ്റ് എഴുതിയിരിക്കണം. കാരണം ധാരാളം ചില കമ്പനികൾക്ക് ഇഷ്ടംപോലെ ഇമെയിൽ വരുന്നുണ്ടാവും. അപ്പോൾ ഇമെയിൽ അവർക്ക് സോർട്ട് ചെയ്ത് ആവശ്യമുള്ളതാണോ, ഇന്ന സെക്ഷനിലേക്ക് ആവശ്യമുള്ളതാണോ എന്നൊക്കെ നോക്കേണ്ടതുണ്ടോ. അതിനാണ് ഹെഡിങ്ങിൻ്റെ ആവശ്യമുള്ളത്. കീപ് മെസ്സേജ് ക്ലിയർ ആൻഡ് ഷോർട്ട്, ബി പൊളൈറ്റ്, മാന്യതയും മര്യാദയും വേണം ഭാഷകൾ ഉപയോഗിക്കുമ്പോൾ, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ. ചെക്ക് സ്പെല്ലിംഗ് എറേഴ്സ് ആൻഡ് സെൻറ്റൻസസ്, അത് വേർഡിലെല്ലാം ഉണ്ടല്ലേ, സോഫ്റ്റ്വെയറിലുണ്ട്. അപ്പോൾ സെൻറ്റൻസ് ചെക്ക് ചെയ്തിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊന്നും വരുത്തരുത്. ചെക്ക് യുവർ ടോൺ, നമ്മുടെ ടോൺ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം, ഏതാവശ്യം രീതിയിലെ ടോൺ ആയിരിക്കണം. ഇനി നമുക്കൊരു അസൈൻമെൻറ്റ് വന്നിട്ടുണ്ട്. രാഹുൽ ആൻ ഇൻറ്റേൺ അറ്റ് ഹീറോ ഹോണ്ട കോർപ്പറേഷൻ. ഹി ഫോൾ സിക്ക്. ഹി വാണ്ട്സ് മെഡിക്കൽ ലീവ് ഫോർ 2 days. റൈറ്റ് ആൻ ആപ്ലിക്കേഷൻ ഇമാജിനിങ് ദാറ്റ് യു ആർ രാഹുൽ to your supervisor seeking leave using the following information. അപ്പോൾ രാഹുൽ, എൻ്റെ പേര് രാഹുൽ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പേര് വെച്ചാലും മതി.
രണ്ട് ദിവസത്തേക്ക് ലീവ് ആവശ്യമുണ്ട്. അതിന് നമ്മൾ സുപ്പീരിയറിന് ഇമെയിൽ അയക്കുകയാണ്. ടു സബ്ജക്റ്റ് സല്യൂട്ടേഷൻ, മെയിൻ ബോഡി ഇൻട്രൊഡക്ഷൻ, മാറ്റർ ഇൻ ഡീറ്റെയിൽ, കൺക്ലൂഷൻ, താങ്കിങ് യു, റിഗാർഡ്സ്. അപ്പോൾ നമ്മൾ പേരും വെച്ച് സെൻറ്റേഴ്സ് നെയിം ആൻഡ് അതർ കോൺടാക്റ്റ് ഫോൺ നമ്പർ വേണമെങ്കിൽ അത് വെക്കാം. അത്രയുമാണ് പ്രൊഫഷണൽ ഇമെയിൽ അയച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇമെയിൽ അഡ്രസ്സിൻ്റെ ഫോർമാറ്റ് കണ്ടില്ലേ, hr@samsung.co.in. അപ്പം സാധാരണ ഇതിൽ ഇമെയിൽ @ എന്നുണ്ടാവും. @ എന്ന് വായിക്കാം, @ അത് ഏത് ഇതിലാണെന്നുള്ള അങ്ങനെ. അതേപോലെ തന്നെയാണ് ഇമെയിലിൻ്റെ ഫോർമാറ്റ്. ഇനി വേറൊരു ഇമെയിലിൻ്റെ ഫോർമാറ്റ് കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ 1-2 അപേക്ഷകൾ ഇതാ. റൈറ്റ് എ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ടു ദ ഗിവൺ പൊസിഷൻ ഇൻ ദ അഡ്വർടൈസ്മെൻറ്റ് പ്രൊവൈഡഡ്. ഓൾസോ അറ്റാച്ച് യുവർ റിസ്യൂം ഇൻ ദ മെയിൽ. അപ്പോൾ നമ്മൾ ഒരു അപേക്ഷ അയക്കുകയാണ്. ഒരു പൊസിഷൻ അഡ്വർടൈസ്മെൻറ്റിൽ വന്നിട്ടുണ്ട്. അസോസിയേറ്റ് ടെക്നീഷ്യൻ എന്നാണ് ആ പൊസിഷൻ്റെ പേര്. ആ പോസ്റ്റിലേക്ക് നമ്മളൊരു അപേക്ഷ അയക്കുകയാണ്. ഇന്ന കമ്പനി, ഒരു കമ്പനി ഇവിടെ വന്ന് കാണിച്ചിട്ടുണ്ട്. നെയിം ഓഫ് പോസ്റ്റ്, സാലറി എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. ജോബ് ലൊക്കേഷൻ ന്യൂഡൽഹിയിലാണ്. അപ്പോൾ നമ്മളെങ്ങനെ ഒരു ഇമെയിൽ തയ്യാറാക്കുക, അത്രയുമാണ് ഈ ചാപ്റ്ററിൽ. ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഫോർമൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, ഇൻഫോർമൽ പേഴ്സണൽ ആൻഡ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആണ്. വാട്ട് ഈസ് എ ഫോർമൽ ലെറ്റർ, വെർ ആൻഡ് ഹൗ ഇറ്റ് ഈസ് യൂസ്ഡ്. അപ്പോൾ ഫോർമൽ ലെറ്റർ ഔപചാരികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന, ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ലെറ്ററിനാണ് ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. അത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഔദ്യോഗികമായ ആവശ്യങ്ങൾക്കാണ് അത് യൂസ് ചെയ്യുന്നത്, അല്ലേ? വാട്ട് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മോഡ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇമെയിലാണ്, അല്ലേ? അപ്പോൾ വാട്സാപ്പ് ഉണ്ട്, വാട്സാപ്പും ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്ത ചാപ്റ്റർ 20 തന്നെ റീകോളാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു.